എസൻസി ലാവലിംഗ് കേസിൽ 35-36 പ്രാവശ്യം മാറ്റിവെച്ചു. ഞാൻ പറഞ്ഞല്ലോ, എപ്പോൾ സുപ്രീം കോടതിയിൽ CBI കൊടുത്തേക്കണ അപ്പീല കേസെടുത്താൽ CBIയുടെ വക്കീൽ പനിയായിരിക്കും. അന്ന് കേസെടുക്കണ ദിവസം പനിയായിരിക്കും. CBI വക്കീൽ ഹാജരാവൂല. 36 പ്രാവശ്യം മാറ്റിവെച്ചു. ഏതെങ്കിലും കേസുണ്ടോ CBIയുടെ കേസ് 36 പ്രാവശ്യം മാറ്റിവെച്ചത്? അപ്പൊ അതുകൊണ്ട് ഈ കേസ് ഈ നോട്ടീസ് കൊടുത്തതിൽ കൂടി അവസാനിപ്പിച്ച് അതിന്റെ ഇടയിൽ ധാരണയായി. ഈ നോട്ടീസ് കൊടുത്ത വർഷം 2023 പാർലമെന്റ് ഇലക്ഷന്റെ തൊട്ട് തലേ വർഷം. അത് കഴിഞ്ഞിട്ടാണ് RSS നേതാവ് ഒസബലയെ MR അജിത് കുമാർ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ? കണ്ടില്ല എന്ന് രണ്ടുപേരും നിഷേധിച്ചു. പിന്നെ സമ്മതിച്ചു. പിന്നെ പൂരം കലക്കിയത് ആരോപണം വന്നു. പിന്നെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പോയി എന്നുള്ള ആരോപണം വന്നു. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. കൊരട്ടിയിലെ അതെ നമ്മുടെ കൊടകര കുഴൽപ്പണ കേസ് ഒറ്റ BJP നേതാക്കന്മാർക്കും കുഴപ്പമില്ല, എല്ലാവരെയും രക്ഷപ്പെടുത്തി. അതെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഈ നോട്ടീസ് ഒരു വാർത്ത പറഞ്ഞിട്ടില്ല. ഈ നോട്ടീസ് കറക്റ്റാണ്. അത് ED സ്ഥിരീകരിച്ച നോട്ടീസാണ്. നിങ്ങൾ ഒരു പേജ് ഒരു ദിവസം ഒരു പേജും രണ്ടാമത്തെ പേജും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? ഫസ്റ്റ് പേജും രണ്ടാമത്തെ പേജും. മാത്രമല്ല, ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരായി വലിയ ഹീനമായ രീതിയിൽ സൈബർ ആക്രമണം നടക്കുകയാണ്. ഹീനമായ രീതിയിൽ CPMന് എന്തോ ആവാലോ, അവരുടെ കുടുംബത്തെ വരെ ആക്രമിച്ചുകൊണ്ടുള്ള മാധ്യമപ്രവർത്തകർക്കെതിരായ ഹീനമായ ആക്രമണമാണ് സൈബർ ആക്രമണം. എന്താണ്, പിണറായി വിജയന്റെ മകന് നോട്ടീസ് അയച്ചാൽ, ED നോട്ടീസ് അയച്ചാൽ അത് വാർത്തയാക്കാൻ പാടില്ലേ? വാർത്തയാക്കിയ മാധ്യമപ്രവർത്തകർക്കെതിരായി നോട്ടീസ് സൈബർ ആക്രമണം നടത്തുമോ? എന്തു നടക്കുമോ കേരളത്തിൽ? അതൊന്നും ശരിയല്ല. അതൊന്നും കൊണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരായി ഹീനമായ ആക്രമണം നടന്നില്ലേ? ഇപ്പോ CPMനെതിരായി വാർത്ത കൊടുത്താൽ വ്യക്തിപരമായി തെരഞ്ഞുപിടിച്ച് സൈബർ ആക്രമണം നടത്തുകയാണ്. അതൊക്കെ അങ്ങ് അവസാനിപ്പിച്ചാൽ മതി. അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ആ പരിപാടിയെല്ലാം അതൊന്നുമായിട്ട് ഇറങ്ങണ്ട. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് പറയുന്നത്. വലിയ അതൃപ്തിയുണ്ട്. അല്ല, അവര് സുധാകരനെ പോലുള്ള ഇത്രയും സമുന്നതനായ ഒരു നേതാവിനെതിരെ ഞങ്ങളെല്ലാവരും അടക്കം കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെതിരായി, സ്വന്തം പാർട്ടിയിലെ രാഷ്ട്രീയ നേതാവിനെതിരായി സൈബർ ആക്രമണം നടത്തുന്ന ഒരു പാർട്ടിയായി CPM അധപതിച്ചല്ലോ. ഞങ്ങളെല്ലാം വളരെ ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും നോക്കിക്കാണുന്നത്. ഞാൻ ഇപ്പോഴത്തെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലല്ല പറയുന്നത്. അതൊരു നീതിമാനായ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ പൈസ കൊടുക്കുന്നത് 140 നിയോജകമണ്ഡലത്തിലും ഒരുപോലെയായിരുന്നു. ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ നിയമസഭയിൽ. ഞാനൊന്ന് പ്രതിപക്ഷത്തിരുന്ന് മന്ത്രിമാരെയൊക്കെ വിമർശിക്കുന്ന കാലത്ത് ഈ മനുഷ്യനെ ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട്. 140 നിയോജകമണ്ഡലത്തിലേക്ക് ഒരുപോലെ കൊടുക്കും പൈസ. ഒരുപോലെ ഒരു നീതിമാനായ ഒരു ഭരണകർത്താവായിരുന്നു. എല്ലാവരോടും മാന്യമായി ഇടപെടുന്ന, നല്ല ഒരു ബൗദ്ധിക പശ്ചാത്തലമുള്ള, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. ആളെ പോലും വെച്ചേക്കില്ല. കാരണം ആൾ മറ്റേ സൈക്കോ ഫാൻസിന്റെ കൂടെയില്ല, വിദൂഷകരുടെ കൂട്ടത്തിലല്ല സുധാകരൻ. വിദൂഷകരെ മാത്രമാണ് ഇപ്പൊ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാർക്ക് മാത്രമാണ് ഇപ്പൊ കാര്യമുള്ളത്, അല്ലേ? അല്ലാതെ ഉള്ള മാന്യരായ ആളുകൾക്ക് CPMൽ പോലും സാധനമില്ല. പിന്നെയാണ് ഞങ്ങളുടെയൊക്കെ സ്ഥിതി. പുറത്ത് നിൽക്കുന്ന ആളുകളെ, പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഞങ്ങളെയൊക്കെ എങ്ങനെയാണ് ഇവർ പറയാതിരിക്കുക? അല്ലല്ല, അങ്ങനെയാണ്. ഞാൻ അദ്ദേഹത്തെ ഒന്നും അങ്ങനെ കാണുന്ന ഒരാളല്ല. അദ്ദേഹത്തെ അപമാനിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ചെയ്താലും ഞാൻ വിളിച്ചു പറയും, നീ ചെയ്തത് ഡെലീറ്റ് ചെയ്യണം, അദ്ദേഹത്തെക്കുറിച്ച് അപവാദം പറയരുതെന്ന് പറയും ഞാൻ. കാരണം അത് നമ്മുടെ ഉള്ളിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഞങ്ങളുടെയൊക്കെ മനസ്സ് നിറച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ എന്നും ബഹുമാനത്തോട് നോക്കിക്കാണുന്ന ആളാണ്. ഞാനത് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം എന്റെ നിയോജകമണ്ഡലത്തിൽ ഒരു പാല ഉദ്ഘാടനത്തിന് വന്നപ്പോഴും ഞാൻ പരസ്യമായി പ്രസംഗിച്ചു, എന്റെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ്. അത് അങ്ങനെയൊക്കെ അദ്ദേഹത്തെ പോലെയൊക്കെ ഇത്രയും സമുന്നതനായ ഒരു നേതാവിനെയൊക്കെയാണ് ഇവർ ഈ ആളുകളെ വെച്ചുകൊണ്ട്, ഇതുപോലത്തെ ഈ കൂലിപ്പട്ടാളത്തെ വെച്ചുകൊണ്ട് അപമാനിക്കുന്നത്. അതിൽ നിന്ന് അവർ പിന്തിരിയണമെന്ന് എനിക്ക് പറയാം. അത് പാർട്ടി പരിശോധിക്കുക. പാർട്ടിയല്ലേ പാർട്ടി പരിശോധിക്കും. അത് പാർട്ടിയാണ്, ഞാനല്ലാണ് പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. അല്ല, അതൊക്കെ ഈ ഉചിതമായ സമയത്ത് പറയും.
ചർച്ചയ്ക്ക് ആരെങ്കിലും പുറത്തു പറയും. എങ്ങനെ വന്ന് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാം.